ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. എല്ലാവർക്കും ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഈ ഒരു കൂട്ട് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തൊരു സംഭവം എന്ന് മനസ്സിലായ? ഇതാണ് സംഭവം. നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ, ആ കടലമാവ് ചെറിയ സ്പൂണ് മതി ഇട്ടാൽ ഒരു 3 സ്പൂൺ ഇത് വെച്ചിട്ടാണ്, വലിയ സ്പൂണല്ല. ഇതുപോലെ നമ്മൾ 3 സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളം ആവരുത് കേട്ടോ. അധികം വെള്ളമായി മുട്ട അടിക്കുമ്പോൾ നമുക്ക് അപ്പാക്കാൻ പറ്റില്ല. നല്ല കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല പോലെ അടിച്ച് നല്ല പദം പോലെ ആക്കുക. കണ്ടോ, നല്ല ഒരു തരി പോലെ ഉണ്ടാവരുത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് എന്തായാലും ഇടണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ പോലെ അതിലേക്ക് നമ്മൾ മുട്ട, ഞാൻ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻസ് നല്ലൊരു മണം കിട്ടാനായിട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു ഒരു സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ സാധാരണ പോലെ നമുക്ക് സബോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല കറിവേപ്പില കഴിഞ്ഞാൽ കുനുകുനൂന്ന് അരിഞ്ഞിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഇട്ടിട്ട് നല്ല പോലെ അടിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ മുട്ട പൊരിക്കാൻ പോണത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അപ്പാക്കി എടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒക്കെ നമുക്ക് 4 അപ്പം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒറ്റ ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അപ്പം കിട്ടുന്നില്ല, രസം ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പോലെ ചൂടായതിന് ശേഷം നമുക്ക് 2 കയ്യിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂടുള്ള ചോറ്, ഉച്ചയ്ക്ക് മുട്ട പൊരിച്ചതും മോരുകറിയും കൂട്ടിയിട്ട് പിടയ്ക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു വെറൈറ്റി നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. വേറൊരു ടേസ്റ്റാണ് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ മുട്ട ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മണവും ഒരു പ്രത്യേക മണം വരിക. ഈ കടലമാവിൻ്റെ ഇതുണ്ടല്ലോ, അത് ചൂടാകുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ കുത്തരി ചോറിൻ്റെ കൂടെ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു മോരുകറിയുടെ റെസിപ്പി കാണിച്ചില്ല. സൂപ്പർ മോരുകറിയാണ് കേട്ടോ. നാളികേരം അരയ്ക്കാത്ത മോരുകറി. കുത്തരി ചോറിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഉച്ചയിലത്തെ സ്പെഷ്യൽ മുതിരുപ്പേരിയാണ്. മുതിരുപ്പേരി ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുണ്ട്. പിന്നെ അച്ചാറുണ്ട്. എനിക്ക് ഇപ്പോൾ ഇതൊക്കെ ആവുമ്പോൾ പിന്നെ അച്ചാറിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. സൂപ്പർ ടേസ്റ്റാണ്. നാരങ്ങയുടെ തൊലി വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം.